യെസ്, UDF ക്യാമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. CMP നേതാവ് CP ജോൺ തിരുവമ്പാടിയിൽ മത്സരിക്കാൻ സാധ്യത. സീറ്റ് മുസ്ലിം ലീഗ് വിട്ടു നൽകുന്നതനുസരിച്ചാകും ഈ തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ കുന്നമംഗലം ബേപ്പൂർ സീറ്റുകൾ മുസ്ലിം ലീഗും കോൺഗ്രസും വെച്ചുമാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുന്നമംഗലം CMPക്ക് വിട്ടുകൊടുത്ത് നെന്മാറ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതും ആലോചനയിൽ. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആഗ്രഹം കോൺഗ്രസിനുണ്ട്. സാമുദായിക സമവാക്യം പരിഗണിച്ച് സ്ഥാനാർത്ഥിയെ നിർണയിച്ചാൽ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ലീഗിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. മണ്ഡലത്തിൽ മത്സരിക്കാനായി CK കാസിം അടക്കം നേതാക്കളും തയ്യാറെടുപ്പിലാണ്. താമരശ്ശേരി രൂപതയുമായി നല്ല ബന്ധം ലീഗ് സൂക്ഷിക്കുന്നതിനാൽ വിജയസാധ്യതയ്ക്ക് കോട്ടം തട്ടില്ലെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. CP ജോണിന് വേണ്ടി തിരുവമ്പാടി സീറ്റ് ലീഗിനോട് ചോദിക്കാൻ CMP ആലോചിക്കുന്നുണ്ട്. മുന്നണി ബന്ധവും CP ജോണിനുള്ള താൽപര്യം പരിഗണിച്ചുകൊണ്ട് ആവശ്യം ലീഗ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് CMP കരുതുന്നത്. സാമുദായ സമവാക്യം കൂടി ഒത്തുവരുന്നതിനാൽ തിരുവമ്പാടിയിൽ വിജയം ഉറപ്പിക്കാമെന്നും UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. കുന്നമംഗലവും ബേപ്പൂരുമാണ് വെച്ചുമാറ്റം ഉണ്ടാകാനിടയുള്ള കോഴിക്കോട്ടെ മറ്റു സീറ്റുകൾ. നിലവിൽ കുന്നമംഗലത്ത് ലീഗും ബേപ്പൂരിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ബേപ്പൂർ സീറ്റ് PV അൻവറിന് നൽകാനാണ് UDFിലെ പ്രാഥമികമായ ധാരണ. അൻവർ വന്നില്ലെങ്കിൽ ബേപ്പൂർ സീറ്റ് ലീഗിന് നൽകി കുന്നമംഗലം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ ആലോചനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ഫറൂഖിലും രാമനാട്ടുകരയിലും കടലുണ്ടിയിലും കോർപ്പറേഷൻ വാർഡുകളിലും ലീഗിന് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. കുന്നമംഗലം സീറ്റ് CMPക്ക് കൊടുത്ത് പാലക്കാട്ടെ നെന്മാറ ഏറ്റെടുക്കാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. കുന്നമംഗലം സീറ്റ് CMPക്ക് ലഭിച്ചാൽ MVR ക്യാൻസർ സെന്റർ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ CN വിജയകൃഷ്ണനാകും സ്ഥാനാർത്ഥി. CP ജോൺ കോഴിക്കോട്ടേക്കില്ലെങ്കിൽ മാത്രമേ ഈ മാറ്റമുണ്ടാകൂ. CMP അല്ലെങ്കിൽ കാന്തമര വിഭാഗവുമായി നല്ല ബന്ധമുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് കുന്നമംഗലത്ത് മത്സരത്തിനിറക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 2 സീറ്റുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച ട്രെൻഡ് നിലനിർത്താനായാൽ 8 മുതൽ 10 വരെ സീറ്റ് വിജയിക്കാമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. വിജയസാധ്യത മുൻനിർത്തിയുള്ള സീറ്റ് വെച്ചുമാറ്റവും മറ്റ് സമവാക്യങ്ങളുമാണ് ഇപ്പോൾ നേതാക്കൾ പരിഗണിക്കുന്നത്. ജിജീഷ് കേസിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. യെസ്, മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്നും. അസ്ലം, ഗുഡ് മോർണിംഗ്. CP ജോണിന്റെ കാര്യത്തിൽ നിശ്ചയമായും ലീഗിനും താല്പര്യമുള്ള ഒരാളാണ്, കോൺഗ്രസിനും താല്പര്യമുള്ള ഒരാൾ. ആർക്കും CP ജോണിന്റെ കാര്യത്തിൽ എതിർപ്പുണ്ടാകില്ല. പക്ഷേ ഈ ഡീൽ എങ്ങനെയായിരിക്കും? തിരുവമ്പാടി ഇപ്പോൾ വെറുതെ വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാകുമോ? അതിന് പകരം ഏതെങ്കിലും സീറ്റ് UDFിനകത്ത് ലീഗിന് കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ മറ്റു സീറ്റുകൾ, ഇപ്പോൾ കുന്നമംഗലത്തിന്റെ കാര്യത്തിലൊക്കെ ഈ നെന്മാറയും വെച്ചു മാറുന്ന ഡീലൊക്കെ ഒരു ഔദ്യോഗിക തലത്തിലേക്ക് ചർച്ചകൾ കടന്നിട്ടുണ്ടോ ഈ സംഗതികൾ? ഔദ്യോഗിക ചർച്ചകൾ ആയിട്ടില്ല. ഈ മാസം 15 കൂടിയാണ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് പോകുക. പക്ഷേ ആ സീറ്റ് വിഭജന ചർച്ച പോകുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സീറ്റുകളാണ് മാറേണ്ടതെന്ന് സംബന്ധിച്ചുള്ള നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. കാരണം ഈ തിരുവമ്പാടി എന്നുള്ള എപ്പോഴും ഒരു കോഴിക്കോട് ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലമാണ്. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതിലത്തെ മുസ്ലിം ലീഗ് മത്സരിച്ചാലും കോൺഗ്രസ് വിജയിച്ചാലും വിജയിക്കേണ്ട ഒരു സീറ്റാണ്. അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി സാമുദായിക സമവാക്യം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എതിർഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. ഇത്തവണ ലീഗ് ഉറപ്പിച്ചു പറയുന്നു താമരശ്ശേരി ബിഷപ്പോ അല്ലെങ്കിൽ രൂപതയുമായിട്ടുള്ള ബന്ധമെല്ലാം പരിഗണിച്ചുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി തന്നെ നിന്നാൽ പോലും വിജയത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ബലം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുന്നതോട് അവർക്ക് അടുത്ത എതിർപ്പുണ്ട്. അതേസമയം CP ജോണിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം നേതൃത്വം എടുക്കുകയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള CP ജോൺ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. CP ജോണിനെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മാത്രമല്ല പക്ഷേ UDF സർക്കാർ വരികയാണെങ്കിൽ എന്തായാലും ഒരു ക്യാബിനറ്റിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കഴിവുള്ള നേതാവാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പരിഗണന ഒരു പക്ഷേ നൽകുകയാണെങ്കിൽ മാത്രമേ സീറ്റ് മുസ്ലിം ലീഗ് വിട്ടു നൽകാൻ സാധ്യതയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. CK കാസിമും ചെറിയ മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും അതിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. CP ജോണിന്റെ സാധ്യത അങ്ങനെയാണ് CP ജോൺ ഒരു സാധ്യത നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ CP ജോൺ വന്നില്ല എങ്കിൽ വേറൊരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ മണ്ഡലം മാറ്റത്തിന് സാധ്യതയുള്ളത് ബേപ്പൂരും പിന്നെ കുന്നമംഗലം തമ്മിലാണ്. ബേപ്പൂര് പ്രാഥമികമായി PV അൻവർ നൽകാമെന്നുള്ള ധാരണയുണ്ട്. അതേസമയം PV അൻവർ വരുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ഇതൊരിക്കും ആയിട്ടില്ല. കാരണം PV അൻവറിന് അവിടെ ആ സീറ്റ് നൽകുകയാണെങ്കിൽ, ആ സീറ്റിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റൊരു സീറ്റ് കൂടി, ഷുവർ സീറ്റ് കൂടി നൽകണമെന്ന് പറയുന്നുണ്ട്. കാരണം അവിടുത്തെ വിജയസാധ്യത എന്തായാലും മങ്ങലുണ്ടായാൽ മാറി മത്സരിക്കാനും പറ്റുമൊക്കെ. അതേസമയം
എന്നാൽ PV ഇവർ വന്നില്ലെങ്കിൽ ബേപ്പൂർ സീറ്റ് ലീഗിന് നൽകുന്നതായിരിക്കും നല്ലതെന്നാണ് UDF-ലെ തന്നെ നിലപാട്. കാരണം ബേപ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ഫറൂഖിലും രാമനാട്ടുകരയിലും കടലുണ്ടിയിൽ പോലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും വലിയ മുന്നേറ്റം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല മത്സരം, വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ അവിടുത്തെ കണക്കൂട്ടൽ. കുന്നമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കും പോലും കോൺഗ്രസിന് വേറൊരു ആലോചനയുള്ളത് CP ജോൺ വന്നില്ലെങ്കിൽ CMB-യുടെ CN വിജയകൃഷ്ണൻ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് MVR ക്യാൻസർ സെന്റർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല കാന്തപുരം വിഭാഗവുമായി അടുത്ത ബന്ധമുള്ള ഒരു സഹകാരിയും അതോടൊപ്പം തന്നെ പൊതുവെയുടെ ജനപ്രിയമുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നെന്മാറ സീറ്റ് കുറെ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചോളം പാലക്കാട് വിജയസാധ്യതയുള്ള സീറ്റായി നെന്മാറ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ കുന്നമംഗലം നെന്മാറയെ വെച്ച് മാറുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട്. ഇതെല്ലാം പ്രാഥമികമായ ആലോചനകളാണ്. അതേസമയം തന്നെ നേതാക്കൾക്കിടയിൽ വളരെ സജീവമായ, പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിൽ തന്നെ സജീവമായ ചർച്ചയായി വന്നത് ബേപ്പൂരിൽ തന്നെ ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആരൊക്കെ മത്സരിക്കാൻ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യം പോലും സംസ്ഥാന നേതൃത്വം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആരെ നിർത്താൻ കഴിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ സജീവമായ പരിഗണനയിൽ വരുന്നുണ്ട്. UDF-നെ സംബന്ധിച്ചോളം കോഴിക്കോട് 2 സീറ്റിൽ നിന്നും 8 or 10 സീറ്റിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സീറ്റിലും വിജയസാധ്യതയുള്ള എലമെന്റ് ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ നേതൃതലത്തിൽ നടക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ നൽകുന്നത്. എന്തായാലും ഈ CP ജോൺ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ കുന്നമംഗലവും ബേപ്പൂരും വെച്ചു മാറാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്.